ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഇട്ടിട്ട് ഒരു കിച്ചിടി ഉണ്ടാക്കിയെടുത്താലോ? ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ആദ്യം ഒന്ന് വാടിയെടുത്ത എണ്ണയിൽ ഇതെണ്ണയിൽ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ഒന്ന് വേർപ്പിച്ചെടുക്കാം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇത് വെന്ത് വരട്ടെ. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരച്ചിടാൻ വേണ്ടിയിട്ട് അതൊരു 3 ബീറ്റ്റൂട്ടുണ്ട്. ചെറിയ ബീറ്റ്റൂട്ടാണ്. ഇതൊരു 3/4 കപ്പ് തേങ്ങയുണ്ട്. 2 പച്ചമുളക് ഇട്ട് വെക്കാം. 2-3 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ജീരകം, നല്ല ജീരകമാണ്, ഉള്ളിട്ട് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് ഇടണം. കുരുമുളകിൻ്റെ പൊടി ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. തൈരിട്ടെടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നുണ്ടോ, നന്നായി വെന്ത്. കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിൽ നന്നായി വെന്ത് കിട്ടുള്ളൂ. കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഞാൻ ഒഴിച്ച മാതിരി കുറച്ച് വെള്ളം എണ്ണയിൽ വാട്ടിയതിൻ്റെ ശേഷം ഇങ്ങനെ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഈ അരപ്പ് ഇത് നന്നായി ചേർത്തെടുക്കാം. വെള്ളം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൈര് ഇതിൽ തന്നെ ചേർത്ത് അരച്ചെടുത്തത്. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളമാവില്ല. മറ്റേ തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ വെള്ളമായ പോലെ ഉണ്ടാവും. തേങ്ങ അരച്ചെടുത്തിട്ട് നന്നായി ചേർത്തെടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പൊടിച്ച കുരുമുളകാണ്, കുറച്ചിട്ട് കൊടുത്താൽ. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായി ചേർത്തെടുക്കുക. ഉപ്പിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാനുണ്ട്. കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കണ്ടതൊക്കെ ചേർന്ന് വന്നു. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. നമ്മളിതൊരു പാചകത്തേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. എപ്പോൾ വേണമെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബീറ്റ്റൂട്ടല്ലേ, 2 ബീറ്റ്റൂട്ട് ഉണ്ടാകാൻ മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. Okay, bye.